ഹായ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് സൂപ്പിലൂടെ കളിക്കാനായിട്ട് പോട്ടോ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും സൂപ്പിലൂടെ കുറിച്ച്. അതായത് നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ഒക്കെ ഇതിനെ കുറിച്ച് പരസ്യങ്ങൾ ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബിലായിക്കോട്ടെ, ഇൻസ്റ്റയിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, നിങ്ങൾ പലപ്പോഴും ഇതിന്റെ പരസ്യങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് പൈസ വെച്ചുള്ള ഒരു കളിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അപകട സാധ്യതകളുണ്ട്. ഇതിന് അഡിക്റ്റ് ആവാനും അങ്ങനെയുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പൊ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എത്രത്തോളം ഇതിന്റെ പരിപാടികൾ എങ്ങനെയാണെന്ന് അറിയണല്ലോ. അപ്പൊ ഇത് സാധാരണ ലുഡോ കളിക്കുന്ന പോലെയാണോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, എങ്ങനെയാ അതിന്റെ പരിപാടികൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. ആരും ഇത് അഡിക്റ്റ് ആവരുത്. കാരണം ഞാൻ അത്രയും ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ലക്ഷങ്ങളും കോടികളും വരെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അഡിക്റ്റ് ആവാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 രൂപയോ 10 രൂപയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് കളിച്ചു നോക്കാം. പക്ഷെ അതിൽ കൂടുതൽ ആവാൻ നിൽക്കരുത്. നിങ്ങൾ അതിലേക്ക് പൈസ ഇട്ടിട്ട് പിന്നെ അതിൽ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഒരുപാട് കാശ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ ഇതൊന്ന് കളിച്ചു നോക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇന്ന് അതിനായിട്ട് Soopy.com പോയിട്ട് Soopy Ludo ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടോ. അപ്പൊ എങ്ങനെയാ കളിക്കേണ്ടത്, എങ്ങനെയാ അതിന്റെ പരിപാടികൾ, ജയിക്കോ തോൽക്കോ എന്നുള്ളത് അടുത്ത കാര്യം. അത് നമുക്ക് എന്തായാലും കളിച്ചു നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് കളിച്ചു നോക്കാം. ഓക്കെ, റെഡി അല്ലേ? കമോൺ. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമ്മളിതാ Soopy Ludo ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇന്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നമ്മൾ പ്ലേ നൗ കൊടുക്കുക കേട്ടോ. പ്ലേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്റെ ഇതിൽ ഓൾറെഡി 3.8 റുപ്പീസ് ഇവിടെ കാണുന്നുണ്ട്. മുകൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അറിയാം. ഇവിടെ 3.8 റുപ്പീസ് ഓൾറെഡി ബോണസ് കിട്ടിയ പൈസ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഓപ്ഷൻസ് വരുന്നത് ഫ്രീ ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ കളിക്കാം 4 പ്ലേയേഴ്സ് വെച്ചിട്ട്. അതല്ലെങ്കിൽ 1.7 റുപ്പീസ് പ്രൈസ് വരുന്ന ഒരു ഗെയിം കൂടി ഉണ്ട്. അതിന് 1 റുപ്പി എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത് സെലക്ട് ചെയ്യാം. മറ്റത് 10 മിനിറ്റോളം സമയമുണ്ട്. ഇതാകുമ്പോൾ അത്രത്തോളം ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. അങ്ങനെ 1 റുപ്പീനെ നമ്മൾ സെലക്ട് ചെയ്ത് അതിൽ ജോയിൻ എൻട്രി ഫീ ഇവിടെ 1 റുപ്പീസ് കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മളിതാ ഗെയിമിൽ ജോയിന്റ് ആയിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഉണ്ട്. കുറച്ച് അതിന്റെ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് അറിയാം. എന്താ സംഭവം അറിയില്ല. 1 മിനിറ്റ് ഇവിടെ വെയിറ്റിംഗ് പീരീഡ് കാണിക്കുന്നുണ്ട്. നോക്കാം, കുറച്ച് നേരം ഒരു 1 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് പല സമയത്തും പല ടൈമിംഗ് കാണിക്കുന്നുണ്ടാവുക. ഇതിപ്പോ എന്റെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ 8 സെക്കൻഡ്, 7 സെക്കൻഡ്, 6 സെക്കൻഡ്, 5 സെക്കൻഡ് ഗെയിം സ്റ്റാർട്ട്. ഗെയിം ഓൾറെഡി ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കാണ് ഫസ്റ്റ് പ്ലേ വരുന്നതെന്നുള്ള അറിയില്ല. എന്തായാലും നോക്കാം. കുറച്ചു വെയിറ്റ് ചെയ്യാം. 8 മിനിറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഡ്യൂറേഷൻ. ഇതിൽ 5 മിനിറ്റ് വരുന്നുണ്ട്. സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഓപ്പോണന്റിനാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത്. നോക്കാം, പുള്ളി കളിക്കുമ്പോൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അടുത്ത കളി നമുക്ക് കളിക്കാം. ഓക്കെ, പുള്ളി കളിക്കുന്നില്ലല്ലോ. പുള്ളി എന്താ വെയിറ്റിംഗ് ഇല്ല, സമയം എടുക്കുന്നുണ്ട്. പെട്ടെന്ന് കളിക്കടോ. അയ്യോ, ആള് കളിച്ചില്ല കേട്ടോ. ആളെ കളി മിസ്സായി. ഇനി നമ്മളെ ടൈമാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് 6 ആണ് ഇട്ടിരിക്കുന്നത്. നേരെ പോട്ടെ. 6 കിട്ടി കഴിഞ്ഞാൽ 2 കളി കിട്ടുള്ളൂ. അപ്പൊ അടുത്തത് 4 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒന്നിനെയും കൊണ്ട് പോയി നോക്കാം. എന്താ സംഭവം അറിയുന്നല്ലോ. ഇനി അടുത്ത ആളെ കളിയാണ്. ആളിതാ വെയിറ്റിംഗിലാണല്ലോ. ആള് ചെയ്യുന്നില്ലല്ലോ. ഇത് നമുക്ക് 3 പ്രാവശ്യം കളി സ്കിപ്പായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിൻ ആവും കേട്ടോ. ഇതങ്ങനെ സംഭവിക്കുന്ന തോന്നുന്നത്. ചിലപ്പോൾ ആള് ജസ്റ്റ് ചിലപ്പോൾ ഓണാക്കിയിട്ടിട്ട് പോയിട്ടുണ്ടാവും. നമുക്ക് വീണ്ടും കളി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കളിക്കാം നമുക്ക്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത കളിയായിട്ടുണ്ട്. ആളുടെ കളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ആള് സ്കിപ്പ് ചെയ്ത് പോയി എന്നാ തോന്നുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ പൈസ കിട്ടും കേട്ടോ. നമ്മൾ വിന്നാവും. ഇതാണ് സംഭവം. ഇതാള് പോയിട്ടുണ്ട്. ആള് സ്കിപ്പായിട്ടുണ്ട്. അപ്പൊ അതാ നമ്മൾ വിന്നായിട്ടോ. 13 പോയിന്റോട് കൂടി നമ്മൾ വിന്നായിരിക്കുകയാണ്. എന്നാലും ഇത് വിടാം. നമുക്ക് അടുത്ത ഒരു കളി കളിക്കാം. ഇങ്ങനെ സംഭവിക്കാട്ടോ പലപ്പോഴും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. അടുത്ത സെയിം കളി തന്നെ നമുക്ക് കളിച്ചു നോക്കാം അല്ലെ. അടുത്ത കളി സെയിം കളി തന്നെ കളിച്ചു നോക്കാം. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. ഓക്കെ, എൻട്രി ഫീ 1 റുപ്പി തന്നെ വരുന്നത്. 1.7 ആണ് പ്രൈസ് വരുന്നത്. ഗെയിം ജോയിന്റ് ആണ്. 24 സെക്കൻഡ് ആണ് വെയിറ്റിംഗ് സമയം എന്ന് പറയാം കേട്ടോ. നോക്കാം നമുക്ക്. ചിലപ്പോൾ പെട്ടെന്ന് 5 സെക്കൻഡ് 10 സെക്കൻഡോടൊക്കെ ഗെയിം സ്റ്റാർട്ട് ആവും. ഇതിപ്പോ എന്താണെന്നറിയില്ല. പല സമയത്തും പല ഇതാണ്. ഓൾറെഡി ഇതാ 10 സെക്കൻഡ്, 8 സെക്കൻഡ്, 7 സെക്കൻഡ്, 6 സെക്കൻഡ്, 5. യെസ്, ഗെയിം സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇനിയിപ്പോ ഇതിൽ ആരാ വരുന്നത് നോക്കാം നമുക്ക്. ഇത് നമുക്കാണോ അവർക്കാണോ ഫസ്റ്റ് മൂന്ന് അറിയണ്ടേ. 8 മിനിറ്റ് തന്നെയാണ് ഇത് കളി വരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കാണ് ഫസ്റ്റ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് 2 ആണ് കിട്ടിയിരിക്കുന്നത്. യെസ്, അടുത്ത പുള്ളിക്കാണ്. പുള്ളിക്കും 2 തന്നെയാണ്. 4 കിട്ടിയിട്ടുണ്ട്. സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. സംഭവം മറ്റേ ലുഡോ പോലെയല്ല. അത്രത്തോളം മൂവ് ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് വിട്ടുവിടും. ഓക്കെ, അല്ലെങ്കിൽ 6 കിട്ടിയിട്ടുണ്ട്. നല്ല സ്പീഡാണ്. 6 കിട്ടിക്കഴിഞ്ഞാൽ 2 കളി കിട്ടുമല്ലോ അല്ലെ. ഒരു കളി എക്സ്ട്രാ കിട്ടും. 4 വീണ്ടും 4 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, 3 1 ആള് 2 പേര് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഒരാളെയും കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്ക് എവിടം വരെ പോകുന്നുള്ളത്.
ഓക്കെ, ഇവിടെ എത്തി. അയ്യോ 6 ഒന്നും കിട്ടുന്നില്ലല്ലോ. നമുക്കിത് എപ്പോഴും ചെറിയ ചെറിയ പോയിന്റുകളാണ് കിട്ടുന്നത്. അയ്യോ 3. അവിടെ ഇരിക്കട്ടെ. ഇനി എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് കൊണ്ടുപോകാം. നിങ്ങൾക്ക് എന്തായാലും ലുഡോ കളിച്ച് കുറച്ചൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് അത് കളിച്ചു നോക്കാം. ജയിക്കില്ല എന്നുള്ള ആദ്യത്തെ കാര്യം, രണ്ടാമത്തെ കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ വൻ പ്രശ്നമാണ് ഇതിൽ. പിന്നെ അത് മാത്രമല്ല, നമ്മളിത് കളിക്കുമ്പോൾ ഇതിലൊരു ടൈമിംഗ് ഉണ്ട്. ആ ഗ്രീൻ ഇങ്ങനെ കറങ്ങുന്ന കണ്ടില്ലേ, അത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ കളിക്കണം, അല്ലെങ്കിൽ സ്കിപ്പായി പോകും. അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ കളി മിസ്സായി കഴിഞ്ഞാൽ ഓപ്പോണന്റ് ജയിക്കൂട്ടും. അങ്ങനെയാണ് സംഭവം. അയ്യോ വലിയ പോയിന്റുകളൊന്നും കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മളിത് തോറ്റ തന്നെ. പിന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ എല്ലാ പിന്നെ കരിക്കളും ഇതിന്റെ അകത്തേക്ക് കയറ്റുക എന്നുള്ളതല്ല മെയിൻ ആയിട്ടുള്ളത്. പോയിന്റ് ആണ്. ഈ ടൈമിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണ് കിട്ടുന്നത് അവരാണ് കേട്ടോ ജയിക്കുന്നത്. ഓക്കെ. അയ്യോ ആൾക്ക് നല്ല പോയിന്റ് ആണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് പണിയാവും. യെസ്, ഇപ്പൊ ഇവിടെ എത്തി. 50-51 ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പക്ഷെ ആൾക്ക് ഒരുപാട് 6 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മൂവും നടക്കുന്നുണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പോയിന്റുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാവൂല്. 2 കിട്ടി. അയ്യോ നമുക്കെപ്പോഴും കണ്ടില്ല, ഈ ചെറിയ ചെറിയ പോയിന്റുകളാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അത് ഭാഗ്യം പോലെ കേട്ടോ. നമ്മളിതിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇത് ഈ ഗെയിം എങ്ങനെ തീരുമാനിക്കും, കമ്പ്യൂട്ടർ എങ്ങനെ തീരുമാനിക്കും, അതിനനുസരിച്ച് ഇതിൽ മൂവ് ആവുള്ളൂ. അപ്പൊ നമ്മളത് നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. ഇത് 1 ആൾക്കാണെങ്കിൽ 6ന്റെ കളിയാണ്. നമുക്ക് 6 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവനെ കൊണ്ടൊന്ന് ഓടിച്ചു പോയി നോക്കാം. എവിടം വരെ പോകുന്നറിയില്ല. ഓക്കെ, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ആള് നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ ഏകദേശം ഇവിടെ സേഫ് ആക്കി, മാക്സിമം സേഫ് ആക്കി കളിക്കട്ടെ, ഏറ്റവും ബെറ്റർ. ഓക്കെ, നമ്മൾ അടുത്ത മൂവാണ്. ഇവിടെ നിന്ന് പോവാം. ഓ ആൾക്ക് എത്ര 6 ആണ് കിട്ടുന്നത്. നമുക്ക് ആകെ 2-3 6 ആണ് ആകെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് പണി തരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നോക്കാം, എന്തായാലും മാക്സിമം ട്രൈ നോക്കാം. എവിടം വരെ പോകുന്നറിയുള്ളത്. അപ്പൊ ഇത് സേഫ് ആക്കി കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ എവിടുന്നാ വെട്ടി കിട്ടുന്നത് അത്രയും പോയിന്റ് നമുക്ക് കുറയും കേട്ടോ. പാമ്പും കോണിയും കളിക്കുന്ന പോലെയാണ് സംഭവത്ത് പരിപാടി. ഇവനെയും കൊണ്ടൊന്ന് പോവാം. അയ്യോ ദാ വെട്ടി കിട്ടിട്ടോ. നമുക്ക് അത്രയും പോയിന്റ് 14 പോയിന്റ് നമുക്കിപ്പോ കുറഞ്ഞു. ഞാളെ പിടിക്കാനും കിട്ടൂല എങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ. എന്തായാലും നോക്കാം, ഒന്നുകൂടെ ട്രൈ നോക്കാം. നമുക്ക് ഇവിടുന്ന് ഒന്ന് പോവാം. നമുക്കും ഇതേപോലെ വെട്ടാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഓപ്ഷൻ. അതാളെ കിട്ടിയിട്ടുണ്ട്. ഒരു 4 കിട്ടുകയാണെങ്കിൽ 6 കിട്ടിയത്. അപ്പൊ ഇവിടുന്ന് പോവാം. ഒരു 4 കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഇല്ല, എന്തായാലും ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ തോൽക്കുന്ന എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലെയാണ് ഇപ്പൊ ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. ടൈം ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. അയ്യോ ഇവിടെ ഒരു പണി വരുന്നുണ്ടല്ലോ പ്രാശ. ഇവനെങ്ങാനും 6 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്നിട്ടോ. ഫുള്ള് 6ന്റെ കളിയാണ് ആണനെ. അയ്യോ പെട്ടെന്ന് ഓടണം, അല്ലെങ്കിൽ ഒരുപാട് 6 പുള്ളിക്ക് കിട്ടിയതാണ്. അയ്യോ അതേ പോയി. ഇനി 1 ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. 6 മിക്കവാറും ഇതിൽ 1 വന്നു കഴിഞ്ഞാൽ നമ്മളെ ആപ്പീസ് കൂട്ടുട്ടോ. അപ്പൊ നമുക്കൊരു 6 കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ട് പോവാം. ജസ്റ്റ് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ. ഇതാ ഇവിടുന്ന് വരാം. ഭാഗ്യം കേട്ടോ. ഇതില് പകുതി മുക്കാലും ഭാഗ്യം തന്നെയാണ്. ടൈം ഏകദേശം കഴിഞ്ഞിട്ടോ മക്കളെ. ഇവനെയും കൂടെ നമ്മൾ അങ്ങോട്ട് കയറ്റി കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അയ്യോ 4 അത് കയറി. ഇനി ഒരു 5 പുള്ളി കിട്ടിക്കഴിഞ്ഞാൽ സംഭവം തീർന്ന്. 5 കിട്ടോ? ഇല്ല, 5 കിട്ടിയില്ല. എന്തോ ഭാഗ്യം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇവനകത്തേക്ക് കയറ്റാം. ഇനി 2 നമുക്ക് കയറിയാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ജയിക്കാനുള്ള ഏകദേശം സെറ്റപ്പ് നമ്മൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ വെക്കാം. അത് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ 2 കിട്ടണ്ടേ, അത് ബുദ്ധിമുട്ടാണല്ലോ. അയ്യോ 4 ഇങ്ങനെ പോവാണെങ്കിൽ വീണ്ടും നമുക്ക് വിട്ടിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഈ പുള്ളിക്കാരനാണെങ്കിൽ 2 കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കാണെങ്കിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓ 2 കിട്ടാത്തതായി. യെസ്. അപ്പൊ നമുക്ക് നമുക്ക് എത്രയായി? 176 പോയിന്റ് ആയി. ഇനി 3 കൂടെ നമുക്ക് കിട്ടണം. ഏകദേശം സമയം കഴിയാനായിട്ടുണ്ട്. 4 കിട്ടിയിട്ടുള്ളത്. ഒരു 3 കിട്ടട്ടെ. യെസ്. അപ്പൊ നമ്മളിതാ ഏകദേശം 237 പോയിന്റ് ആയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ലാഗ് ഇട്ട് കളിക്കാട്ടോ. മെല്ലെ ലാഗ് ഇട്ട് കളിച്ചാൽ മതി. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ലാഗ് ഇടാണ്ട് കളിച്ചു കഴിഞ്ഞാലേ നമുക്ക് പണി കിട്ടും. കാരണം ഇത് സമയം തീരുന്നതിനനുസരിച്ചാണ് ഇതിന്റെ സംഭവം. സമയം തീർന്നാൽ നമ്മൾ രക്ഷപ്പെടും. ഇനിയിപ്പോ 2 മിനിറ്റ് കാണുന്നുള്ളൂ. അപ്പൊ മെല്ലെ ഇങ്ങനെ പോവാം. കുറച്ച് സമയം എടുത്ത് കളിച്ച്, കാരണം നമ്മുടെ പോയിന്റ് അടുത്ത് അവർ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. 6 കിട്ടി. അയ്യോ 3. അയ്യോ അത് സേഫ് ആയല്ലോ. എന്തായാലും കുറച്ച് ലാഗ് ഇട്ട് കളിക്കാം. മെല്ലെ പോവാം. ആളെന്നെ ഇവിടുത്തെ കിട്ടുമെന്നുള്ള സംശയമാണ്. അയ്യോ ഇവിടെ നിന്ന് വെട്ടി കിട്ടി കഴിഞ്ഞാൽ തീർന്നു കേട്ടോ.
ഞാൻ എന്താ ഉദ്ദേശിക്കണ നോക്കട്ടെ. ഇവൻ എത്ര ആറാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ലേ, ഫുൾ 6ന്റെ കളിയാണ് അണ്ണന്. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഓടി നോക്കാം, മാക്സിമം മുന്നോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ലാഗിട്ട് കളിക്കാം, മാക്സിമം ലാഗിട്ട് കളിക്കാം. ടൈം തീർക്കുക എന്നുള്ളതാണ്. അവൻ ഒന്നൊക്കെയാണ് കിട്ടുന്നത്. ഈ സമയം എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കണം, അല്ലെങ്കിൽ നമുക്കും പണിയാണ്. മെല്ലെ പോവാം. ഒരു വെട്ട് ഇപ്പൊ കിട്ടണം കേട്ടോ. വെട്ട് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്താണ് സമയം കിട്ടുള്ളൂ. അയ്യോ 2 കിട്ടിക്കഴിഞ്ഞാൽ പണിയാണല്ലോ. 4. അവന് മെല്ലെ മെല്ലെ പോകുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ട് കളിക്കാം. 259 പുള്ളിക്ക് അങ്ങനെ 2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തോറ്റു എന്ന് പ്രതീക്ഷിക്കാം. അയ്യോ ഇത് സീനാണല്ലോ. 5. അയ്യോ മുന്നോട്ട് പോയി. ഇപ്പൊ നമുക്ക് 1 കിട്ടണം കേട്ടോ. 1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു എന്ന് ഉറപ്പിക്കാം. അയ്യോ 4ആണല്ലോ കിട്ടിയത്. ഷെടാ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്തായാലും പുള്ളിയെ കിട്ടും. അയ്യോ തോറ്റു കേട്ടോ, നമ്മൾ തോറ്റു ഗൈസ്. 308 പോയിന്റ്. ഇനി എന്തായാലും നമുക്ക് പുള്ളിയെ പിടിക്കാൻ പറ്റില്ല. തോറ്റു. ഇനി പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ലാഗിട്ടേ കളിക്കുള്ളൂ. കാരണം പുള്ളിക്ക് ഇനി മെല്ലെ കളിച്ചാൽ മതി, കാരണം സമയം കഴിയാറായല്ലോ. ഞങ്ങൾക്ക് 10 സെക്കൻഡേ ഉള്ളൂ. നമ്മളിതാ തോൽക്കാൻ പോവാ കേട്ടോ. ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചെങ്കിലും ഈ കളി ഇതാ നമ്മള് പൊട്ടി ഗൈസ്, പൊട്ടി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. നമ്മള് അതാ സമയം കഴിഞ്ഞു, ഇനി നമുക്ക് കളിയില്ല. അങ്ങനെ നമ്മൾ തോൽക്കാൻ പോവാണ്. അവസാന നിമിഷം ലാസ്റ്റ് കളി. ഇനി നമുക്ക് കളി ഉണ്ടോ? കളി ഇല്ലെന്നാ തോന്നുന്നത്. യെസ്, അങ്ങനെ ഈ പുള്ളിക്കാരൻ ജയിച്ചു കേട്ടോ. ഇപ്പൊ അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾ ലുഡോ കളിക്കുന്നുണ്ടെങ്കിൽ ചെറിയ പൈസ ഇട്ടൊക്കെ കളിക്കട്ടോ. ഇങ്ങനെ ഇതിൽ ആവേശം പിടിച്ച് ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കളിക്കുക. ഞാൻ പറയുന്നത് ഇത് ആരും ഡൗൺലോഡ് ചെയ്യരുത്. കാരണം ഇതൊരു ഭയങ്കര ഒരു ഡേഞ്ചർ പരിപാടിയാണ്. ഇതുപോലെ പല ഗെയിമുകളും, ബെറ്റ് ആപ്പുകളും, അതുപോലെ തന്നെ ഈ റമ്മി ഗെയിംസ് ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൂട്ടിയിട്ടില്ലേ. അപ്പൊ അതേ അവസ്ഥ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കുക. പക്ഷെ ഒരിക്കലും അതിന് അഡിക്റ്റ് ആവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.